ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൃപ കിച്ചൻ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഭയങ്കര ചൂടാണ്. നിങ്ങൾക്ക് അവിടെ ചൂടുണ്ടോ? ഞാനിന്നിവിടെ ചെയ്ത റെസിപ്പി ഉണക്കച്ചെമ്മീനും പടവലങ്ങയും വെച്ചുള്ള കറിയാണ്. ഇന്ന് ഞങ്ങളുടെ നിലത്തിൽ നിന്ന് പിടിച്ച ചെമ്മീൻ ഞാനത് ഉണക്കിയിട്ട് ഞാനിന്നത് കുറച്ച് ചെമ്മീൻ പടവലങ്ങയും ഇട്ട് കറി വയ്ക്കാനായിട്ട് ഞാനിതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ എടുക്കണേ കേട്ടോ. കുറച്ച് ചെമ്മീൻ എടുത്ത് കയറ്റാൻ പോകുന്നു. ഇനി പല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനാണ് ഞാനിത് ഇങ്ങനത്തെ ചേറ്റുള്ളത് കേട്ടോ. ഫ്രഷ് ചെമ്മീനാണ്, അതിൽ ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. ഞാൻ നോക്കണത് കഴുകി വാരി ഉണക്കിയ ചെമ്മീനാണത്. ഞാനിവിടെ പടവലങ്ങ നന്നാക്കാൻ പോകട്ടെ. ചെമ്മീനിട്ട് കറി വയ്ക്കാനുള്ള റെസിപ്പി ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോണത്. പടവലങ്ങ ഞാനിപ്പോൾ ഇതങ്ങോട്ട് നന്നായിട്ട് ഇതിൻ്റെ മുകളിലാണ് ഇതങ്ങാട് കളഞ്ഞിട്ട് കളയാൻ പോകും. കളഞ്ഞിട്ട് ഞാനിത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കളയണം, അല്ലെങ്കിൽ അതൊരു കറമ്പൽ പോലെയൊക്കെ ഇങ്ങനെ കളയുന്നുണ്ട്. ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇനി ഞാൻ അരിയാൻ പോവേണ്ടത്. കട്ട് ചെയ്യണേ കേട്ടോ. ഈ വലിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്യാം. ഞാൻ ഇത്തിരി ചെറുതായിട്ടാണ് കട്ട് ചെയ്യണത്. ചെറുതായിട്ട് കട്ട് ചെയ്യും. പടവലങ്ങ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ തക്കാളി കഴുകി അരിയാൻ പോവേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ അരിയാൻ. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞേക്കണത്. ചെമ്മീനും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ചെറുതാക്കി അരിഞ്ഞേക്കുന്നത്. കുക്കറിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ പടവലങ്ങ അതിലേക്ക് എടുത്തിടേണ്ട. പടവലങ്ങ കഴുകി വെച്ചത് കുക്കറിലേക്ക് ഇടണം. ഇതിലേക്ക് ഞാൻ തക്കാളി ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിയണം കേട്ടോ. എന്നാലേ ആ തക്കാളി വെന്ത് നല്ല ഒരു ഇത് കിട്ടുള്ളൂ. ഇതിലേക്ക് സ്ലൈസായിട്ട് അരിഞ്ഞിടാം. അധികം പഴുത്ത തക്കാളി പാടില്ല കേട്ടോ. കറിക്ക് ഇത്തിരി പുളി കിട്ടുന്ന രീതിയിലേ ഇത്തിരി ഒരുവിധം പകുതി പഴുത്ത തക്കാളി ആയിരിക്കണം. എന്നാലേ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണേ. 1 സ്പൂൺ ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കേട്ടോ. എരിവുള്ള മുളകാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ഇടുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി ഞാൻ അടപ്പത്ത് വെച്ച് ഇത് വേവിക്കാൻ പോവേണ്ട. വേപ്പിലുണ്ട്. ഞാൻ ആ കറിക്കുള്ള നാളികേരം അരയ്ക്കാൻ പോകുന്നത്. പിന്നെ ഞാനൊരു 1 കപ്പ് നാളികേരം ഞാനിവിടെ എടുത്ത് വെച്ച് ജാറിലേക്ക് ഇടണം. പിന്നെ നിങ്ങൾക്ക് പെരുംജീരകം ഇടാട്ടെ. പെരുംജീരകം ആവശ്യമുള്ളവർ ഇടാം. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ. ഞാനിവിടെ പെരുംജീരകം ഇടുന്നില്ല, അത് ഓപ്ഷനാണ്. കഷ്ണം ഉള്ളി ഞാൻ അരിഞ്ഞത് ഇതിൽ കൂടിയിട്ട് അരയ്ക്കാൻ വേണ്ടി ഇടണേ കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ. അരയ്ക്കാൻ പോവേണ്ട. ഇതിലേക്ക് ഒരു 2-3-4 കഷ്ണം മാങ്ങയും കൂടെ ഇട്ട് ജെർക്ക് ചെയ്യാൻ പോവേണ്ട. റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഈ പടവലങ്ങയിലേക്ക് ചേർക്കാൻ പോവുകയാണ്.
ഞാൻ ഈ ഉണക്കച്ചെമ്മീൻ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവേണ്. കരിയാൻ പാടില്ല, ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കണം. ഞാൻ ഈ ചെമ്മീൻ നല്ലോണം കഴുകി ഉണക്കിയിട്ട് ഇപ്പം വറുത്ത് ഞാൻ അതിലെ കരടെല്ലാം കളഞ്ഞ് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ പെട്ടെന്നൊന്ന് തിരിച്ചെടുക്കാൻ പോവേണ്ട. വല്ലാണ്ട് പൊടിയരുത്. ഇടാൻ പോവുകയാണ്. വെച്ചിരിക്കുന്ന പടവലങ്ങ തക്കാളി കൂടി ഉള്ളത് ഞാൻ ചട്ടിയിലേക്ക് ഇടും. തിളക്കാൻ പോവേണ്ട, ചെറുതായിട്ടൊന്ന് തിളക്കാൻ പാടുള്ള കറി. അധികം തിളച്ച് പോകരുത്, തിളച്ച് പോയി കഴിഞ്ഞൊരു ടേസ്റ്റ് വരും. അടിപൊളി കറിയാണ് കേട്ടോ. പടവലങ്ങ തക്കാളി ചെമ്മീനും കൂടെയുള്ള അടിപൊളി കറിയാണ്. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വല്ലാണ്ട് തിളക്കരുത്, ചെറിയൊരു തിള വരാൻ പാടുള്ളൂ. പടവലങ്ങയും ചെമ്മീനും കൂടി വെച്ചുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.